like it. Take it like it. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ദുബായ് ലാമർ ബീച്ചിലായിട്ട്. നമ്മളെ ഗ്രൂപ്പ് മൊത്തം വന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്കിൽ സ്കൈറ്റിങ്ങിനാണ്. അപ്പോൾ സ്കൈറ്റിങ്ങിൻ്റെ സൂപ്പർ വീഡിയോസാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നല്ല ചൂടട്ടാ, ചൂടിന് ഒരു കുറവുമില്ല, നല്ല അടിപൊളി ചൂടാണ്. അപ്പോൾ എല്ലാവരും ഷൂസ് എല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ ഓൾറെഡി ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ലാമർ ബീച്ചിലത്തെ നല്ല സ്കൈറ്റിങ്ങും പിന്നെ ഇവിടുത്തെ അടിപൊളി കാഴ്ചകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വ്ളോഗ്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ലാമർ ബീച്ചിൻ്റെ ആ ഒരു ചെറിയൊരു ഇതെല്ലാം ഇവിടെ കൊടുത്തില്ല, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ലാമർ ബീച്ചിലാണ് എത്തിയിട്ടുള്ളത്. ഇത് നല്ല കാഴ്ചകൾ കേട്ടോ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ സ്കേറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും സ്കേറ്റിങ്ങിൻ്റെ ട്രാക്ക് ഇവിടെ ഒന്നുമല്ല, കുറച്ചുകൂടി ആയിട്ട് പോകാണ്ട്. അപ്പോൾ നമ്മൾ ആ ട്രാക്കിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളെയും കാണാം കേട്ടോ. ചൂട് നല്ല ചൂട് തന്നെയാണ്, ഒരു രക്ഷയില്ലാത്ത ചൂട്. അപ്പോൾ ഇവരൊക്കെ ഇതിൽ ഒരാൾ സ്കേറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അവരൊക്കെ ബിഗിനേഴ്സാണ്. ഒരുവിധം ആൾക്കാർ സ്കേറ്റിങ് നല്ല രീതിയിൽ അറിയുന്ന ആൾക്കാരുണ്ട്, പിന്നെ പഠിച്ച് ആയി വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവരൊക്കെ സ്കേറ്റിങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഫസ്റ്റൊക്കെ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതാ നമ്മളെ ഗ്രൂപ്പാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോൾ കയറാൻ പറ്റാണ്ടാണ് നിന്നത്. നല്ലൊരു ബീച്ച് ഏരിയ കേട്ടോ. ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ വർക്കൊക്കെ ആയിട്ട് കിടന്നതാണ്. ഇപ്പോൾ കുറച്ച് ഭാഗം പണി കഴിഞ്ഞ ഭാഗം തുറന്നിട്ടുണ്ട്. അപ്പോൾ ആ തുറന്ന ഭാഗത്തേക്കാണ് നമ്മളീ പോയിട്ടുള്ളത്. പിന്നെ ഒരുപാട് ഹോട്ടലും കാര്യങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. ബീച്ച് ആ സൈഡാണ് കാണുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് ട്രാക്ക് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും വേറെ ആൾക്കാരൊക്കെ ചൂടാനുള്ളതുണ്ട്, അവരൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു. ബുർജ് ഖലീഫ അതേ കാണുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായാലും നമ്മൾ ഈ ട്രാക്കിലേക്ക് ഇറങ്ങും. പിന്നെ ട്രാക്കിലൂടെയുള്ള സ്കേറ്റിംഗ് ആണ്, അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ഇത് അവരൊക്കെ ഉണ്ടില്ല, ഇവരൊക്കെ ഒരുപാട് വയസ്സ് ഉണ്ട് കേട്ടോ. അത് ആ ഒരു ഫ്രണ്ടിൽ പോണ ആ സ്ത്രീക്കൊക്കെ ഇവരൊക്കെ ഒരുവിധം കുഴപ്പമില്ലാണ്ട് അറിയണവരാണ്. ഈ ബാക്കി നല്ലോണം ബാക്കിയുള്ള ആൾ, എൻ്റെ ഫ്രണ്ടിലുള്ള ആൾ, അവനക്ക് കുറച്ചറിയാം. ഞാനും അവനൊക്കെ ഓരോ രീതിയിൽ നല്ല രീതിയിൽ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ സ്കേറ്റ് ചെയ്യും. ആ ഫ്രണ്ടിൽ പോകുന്നതൊക്കെ ആണ്. ഇതാണ് പറയുന്നത്, സ്കേറ്റിംഗ് പഠിക്കാൻ വയസ്സൊരു പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞില്ലേ. അതാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇട്ടാ. എൻ്റെ 2-3 വീഡിയോസിലൊക്കെ ഞാൻ അതാണ് എൻ്റെ തമ്പലൈൻ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്കേറ്റിംഗ് പഠിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല കുഴപ്പമില്ലാത്ത ബ്രാൻഡഡ് ഷൂ ഒക്കെ വാങ്ങിയാണ്ട് പഠിക്കാൻ തുടങ്ങിയെന്നുണ്ടാൽ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ ശരീരത്തിന് ഒരുപാട് ഇത് കിട്ടുന്ന വർക്കൗട്ടും കൂടിയാണ് കേട്ടോ സ്കേറ്റിങ്. ദിവസം 1 മണിക്കൂർ സ്കേറ്റ് ചെയ്യുന്നുണ്ടാൽ തന്നെ ഒരുവിധ അസുഖങ്ങളൊക്കെ നമുക്ക് ഒഴിവാകും. ട്രാക്കിലൂടെയുള്ള സ്കേറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. ബീച്ചാണ് ആ സൈഡിലാണ് കാണുന്നത്. സൂര്യൻ ഇങ്ങനെ താഴോട്ട് താഴ്ന്നു പോകുന്നു. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടില്ലേ. അപ്പോൾ ഈ കുട്ടി വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൽ പോകണം പറ്റും ഫറഷ്, അവൻ നല്ല സ്പീഡിലൊക്കെ പോകും കേട്ടോ. അത് മാത്രമല്ല ഒരുപാട് 4-5 കോമ്പറ്റീഷനിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. അവനും ഞാനൊക്കെ കോമ്പറ്റീഷൻ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൽ ഇത് 2 ആൾ പോകുന്നു. അതിലൊരു മലയാളി, ഒരാൾ ബോംബെക്കാരനാണ്. അവർ കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ട്രാക്കിലൂടെയുള്ള സ്കേറ്റിങ്ങും അതുപോലത്തെ ബീച്ചിൻ്റെ സൈഡിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ മുന്നോട്ട് പോവുക. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെ നമ്മളെ സ്കേറ്റിങ്, പിന്നെ കെതീറൊക്കെ സ്കേറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം നമുക്ക്. അതേ കണ്ടില്ലേ, ഞാൻ ഇൻട്രോ പറഞ്ഞു പോയത് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴാണ് എന്നെ കളിയാക്കിയിട്ടാണ് പോകുന്നത്. ഇൻട്രോ എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് എൻ്റെ പരിപാടി. പിന്നെ അവൻ്റെ ജമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്യണണ്ടില്ല. ഒരു നല്ല അതാണ് നമ്മളെ മാഷ് കെതീറാണ്. അവരാണ് നമുക്ക് സ്കേറ്റിംഗ് എല്ലാം പഠിപ്പിച്ചാൽ കേട്ടോ. നല്ല സൂപ്പറാണ്. അവൻ ഒരുപാട് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് ഫസ്റ്റ് എടുത്തുള്ള ആളാണ്. അവരെ നാട്ടിൽ സ്റ്റേറ്റ് ലെവലൊക്കെ പോയിട്ട് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടൊക്കെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ എടുത്തിട്ടുള്ള ആളാണ്. പിന്നെ ജമ്പ്, ഭയങ്കര ലോങ് ജമ്പൊക്കെ ഉണ്ടാ. അതിൻ്റെ കൂടെയുള്ള പയ്യനാണ് ഫറഷ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. എന്തായാലും ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാം.
ബോസ് This. ആ Pause. Stop. ആ സ്റ്റോപ്പ്. Yeah. That one, na Farash? Yeah. वेट करेंगे. व्यू अच्छा है यार. ब्रेक ला. അങ്ങനെ നമ്മൾ സ്കൈറ്റിങ്ങിൻ്റെ ട്രാക്ക് ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഫസ്റ്റ് തുടങ്ങിയില്ല, ആ ഭാഗത്തുള്ള റൗണ്ട് അപ്പോട്ട് പോലെ തന്നെ ഇവിടെ റൗണ്ട് അപ്പോട്ട് ഉണ്ട്. അപ്പോൾ ചുരുങ്ങിയത് 2-3 കിലോമീറ്റർ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഒരുവിധം നല്ല ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസാണ്. അങ്ങനെ ട്രാക്ക് ഇവിടെ അവസാനിക്കണം. നമ്മളെ വീഡിയോ ഇതാ ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളെ സ്കൈറ്റിങ്ങിൻ്റെ വീഡിയോസ് ഇവിടെ കംപ്ലീറ്റ് ആയിക്കാണ്. കുറച്ച് ദൂരങ്ങൾ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു വന്നിട്ടാ, ഇല്ല കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ഒരു സർക്കിൾ ഇങ്ങനെ എല്ലാവരും ഇവിടെ അങ്ങനെ റൗണ്ട് അടിച്ച് പ്രാക്ടീസ് ചെയ്യണം ഈ സർക്കിളിലൂടെ. ഇത് ഫിനിഷിംഗ് ആണ്. നമ്മളിങ്ങനെ ഒരുപാട് ദൂരം സ്കേറ്റ് ചെയ്ത് വന്ന് ദുബായ് ലാമർ ബീച്ചിലാട്ടോ നമ്മൾ സ്കേറ്റിങ്ങിന് വന്നത്. ചെറിയ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.